ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടിയാണ്. ഇത് ഒക്ടോബർ മാസമല്ലേ, മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു മാസമാണിത്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് മാതാവ് വരികയാണ് ഇന്ന്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മുറ്റമടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പണികൾ ആരംഭിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം മുറ്റമുണ്ട്. അപ്പോൾ മുറ്റമടിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികൾ ആരംഭിച്ചു. മുറ്റടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തേതുപോലെയല്ല ഈ വർഷം. കഴിഞ്ഞ വർഷം മാതാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് അന്ന് തന്നെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ മാതാവ് നാളെ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാതാവ് ഞങ്ങളുടെ വീട്ടിലുണ്ടാവും എന്ന സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആര്യചേട്ടനും മക്കളും പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജോലികൾ തുടങ്ങിയത്. അവർ വരുമ്പോഴത്തേനും ഇതൊക്കെ പണികൾ കഴിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എന്താവോ എന്തോ. അങ്ങനെ എൻ്റെ മുറ്റമടി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ചെയ്തത് ജനലുകൾ തുടയ്ക്കലും മാറാല തട്ടലും ഫാൻ തുടയ്ക്കലൊക്കെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ രൂപക്കൂടിൻ്റെ ഏരിയയാണ് പൊടി തട്ടാനായിട്ട് തുടങ്ങിയത്. ആദ്യം കണ്ടപ്പോൾ അധികം പൊടിയൊന്നും ഇല്ലെന്നാണ് തോന്നിയത്. പക്ഷെ തുടച്ച് വന്നപ്പോൾ അത്യാവശ്യം പണിയെടുക്കേണ്ടി വന്നു. പിന്നെ മെഴുകുതിരി സ്റ്റാൻഡുകൾ കഴുകുകയാണ് പിന്നെ ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ മെഴുക് കുറേ പറ്റി പിടിച്ചിരുന്നിരുന്നു. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഇരുമ്പാമ്പുളി പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു. എന്നിട്ട് ആ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഈ പാത്രങ്ങൾ മുക്കി വെച്ചു. അപ്പോൾ ആ ചൂടോട് കൂടെ അത് കഴുകുമ്പോൾ അതിലത്തെ മെഴുകൊക്കെ വേഗം തന്നെ പോയിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് എല്ലാം കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാനായിട്ട്. പിന്നെ ആ മെഴുകുതിരി സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളും ഞാൻ വെയിലത്ത് വെച്ചു. ടെറസിൻ്റെ മുകളിലാണ് വെച്ചതും. അപ്പോൾ അതവിടെ അങ്ങനെ ഇരുന്ന് ഉണങ്ങിക്കോളും. നല്ല വെയിലുള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് വെച്ചതും എല്ലാം നല്ലോണം ഉണങ്ങി കിട്ടി. അങ്ങനെ മെഴുകുതിരി സ്റ്റാൻഡ് ഞാൻ എല്ലാം കൂടെ സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് മെഴുകുതിരി സ്റ്റാൻഡ്. ഞങ്ങളുടെ 7 മണിക്കാണ് ഞങ്ങളുടെ കൊന്ത സ്റ്റാർട്ട് ചെയ്യുക. കൊന്ത കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാതാവിനെ ഞങ്ങളുടെ വീട്ടിലോട്ട് പ്രദക്ഷിണമായിട്ട് കൊണ്ടുവന്നു. ഞങ്ങളുടെ രൂപക്കൂടിന് താഴെ ഇങ്ങനെ വെള്ള തുണി വിരിച്ച് അവിടെയാണ് മാതാവിനെ സെറ്റ് ചെയ്തത്. മാതാവിനോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.